നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. ഭൂമി തട്ടിപ്പ് കേസ് 193.49 കോടി രൂപ വിലയുള്ള 24 പ്രൈം പ്രോപ്പർട്ടികൾ ഇഡി പിടിച്ചെടുത്തു. ഗോവയിലെ കലങ്കുത്ത്, അസഗാവ്, അഞ്ജുന, നേരുൾ, പാറ എന്നിവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന 24 പ്രൈം പ്രോപ്പർട്ടീസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്തു. ഇവയുടെ വിപണി വില 193.49 കോടി രൂപയാണ്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് നിയമം പ്രകാരമാണ് നടപടി. നേരത്തെ 2023 39.24 കോടി വില വരുന്ന 31 സ്വത്തുക്കൾ ഇഡി പിടിച്ചെടുത്തിരുന്നു. ഇതോടെ കേസുമായി ബന്ധപ്പെട്ട് ഇഡി പിടിച്ചെടുത്ത ആകെ സ്വത്തുക്കളുടെ എണ്ണം 55 ആയി. മൊത്തം വില 232.73 കോടി. കയ്യേറലും ഫോർജറിയും ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾക്കെതിരെയാണ് നടപടി. ഈ സ്വത്തുക്കൾ ഉടമസ്ഥതയിൽ നിന്ന് മാറ്റിയത് 2025 ഏപ്രിൽ 25 പ്രൊവിഷണൽ അറ്റാച്ച്മെന്റ് ഓർഡർ പ്രകാരമാണെന്നും നവഹിന്ദ് ടൈംസിന്റെ ഫ്രണ്ട് പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ബെത്തൽ ബെത്തീം ബുൾഫൈറ്റിൽ ഒരു കാള കൊല്ലപ്പെട്ടു. ബെത്തൽ ബെത്തീമിൽ ഏപ്രിൽ 28 നടന്ന ബുൾഫൈറ്റിൽ കാള കൊല്ലപ്പെട്ട സംഭവത്തിൽ അനിസിറ്റോ പെരേര, എഡി ഡയാസ് എന്നിവർക്കെതിരെയാണ് കോൾവ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പൊതുസ്ഥലത്ത് വെച്ച് 2 കാളകളെ ഏറ്റുമുട്ടിച്ചതിലൂടെ ഒരു കാളയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. സൗത്ത് ഗോവ SP ടിക്കം സിംഗ് പറഞ്ഞതനുസരിച്ച് കാളകളെ ക്രൂരതയ്ക്ക് ഇരയാക്കിയതിന് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വെർണയിൽ ഓൺലൈൻ ചൂതാട്ടം നടത്തിയതിന് 3 പേർ അറസ്റ്റിൽ. വെർണയിലെ നഗോവ പെർണയിലെ അലൈ ചിക്കൻ സെന്ററിന് പിന്നിൽ ഓൺലൈൻ റൂളറ്റ് ചൂതാട്ടം നടത്തുന്നതിനിടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ടാബ്ലറ്റ് ഉപയോഗിച്ചാണ് ചൂതാട്ടം നടത്തിയത്. പോലീസ് റെയ്ഡിൽ 6500 രൂപയും 3 ടാബുകളും പിടിച്ചെടുത്തു. കണ്ടുകെട്ടിയ സാധനങ്ങളുടെ മൊത്തം വില 66,500 രൂപയാണ്. ഗോവ ദമൻ ആൻഡ് ദിയു പബ്ലിക് ഗാംബ്ലിംഗ് ആക്ട് സെക്ഷൻ 3-4 പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അന്വേഷണം PI ആനന്ദ് ശിരോദ്കറിന്റെ മേൽനോട്ടത്തിൽ തുടരുന്നെന്ന് ദി ഗോവൻ റിപ്പോർട്ട് ചെയ്തു. ബീച്ചോളിമിൽ അമ്മയ്ക്കെതിരെ 10 വയസ്സുകാരുടെ പോലീസ് പരാതി. ഗോവയിലെ ബീച്ചോളിമിൽ ഒരു അമ്മ തന്റെ 10 വയസ്സുള്ള മകനെ സ്റ്റീൽ റോഡ് ഉപയോഗിച്ച് ആക്രമിച്ചതായി ആരോപണം. ഇതിനെ തുടർന്ന് കുട്ടിക്ക് ചെറിയ പരിക്കുകൾ ഏൽക്കുകയും മകൻ അമ്മയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഒരു കുട്ടി മാതാവിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന അപൂർവ സംഭവമായി ശ്രദ്ധ നേടിയിരിക്കുന്നു. പ്രുഡന്റ് മീഡിയയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലൂട്ടോളം പ്ലാറ്റോയിൽ അനധികൃത മാലിന്യ നിക്ഷേപം. കാറ്ററിംഗ് ഉടമയ്ക്കെതിരെ നടപടി. ലൂട്ടോളമിലെ പ്ലാറ്റോയിൽ ഒരു പ്രൈവറ്റ് കാറ്ററിംഗ് കമ്പനി അനധികൃതമായി ഭക്ഷ്യമാലിന്യം നിക്ഷേപിക്കുന്നത് ഗ്രാമവാസികൾ പിടികൂടി. ഇത് പ്രദേശവാസികൾക്കിടയിൽ രോഷമുയർത്തി. ലൂട്ടോളം കമ്മ്യൂണിതാദിന്റെ ഭൂമിയിൽ മാലിന്യം നിക്ഷേപിക്കുന്നതിനിടെ സംശയം തോന്നിയ ഗ്രാമവാസികൾ ഇതിനെ നേരിട്ട് ചോദ്യം ചെയ്തു. എന്നാൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അനുമതി ലഭിച്ചതായി അവകാശപ്പെട്ടെങ്കിലും ലൂട്ടോളം വില്ലേജ് പഞ്ചായത്ത് ഇത് പൂർണ്ണമായി നിഷേധിക്കുകയും അനധികൃത മാലിന്യ നിക്ഷേപം പരിസ്ഥിതിക്കും പൊതുജനാരോഗ്യത്തിനും ഭീഷണിയാണെന്ന് പറയുകയും ചെയ്തു. തപസ്യ കലാസാഹിത്യവേദി ഗോവ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാനും മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിക്കാനുമായി വാസ്കോയിൽ അനുശോചന പദയാത്ര നടന്നു. മംഗൂർ SBI ബ്രാഞ്ചിന് മുന്നിൽ നിന്ന് ആരംഭിച്ച് വരുണാപുരി ജംഗ്ഷനിൽ സമാപിച്ച പദയാത്രയിൽ പൊതുജനങ്ങൾ മെഴുകുതിരികളുമായി പങ്കെടുത്തു. പോണ്ട ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ ഗാനമേള. ഇന്ന് രാത്രി 7 മണിക്ക് പോണ്ട ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷിക ദിനത്തോടനുബന്ധിച്ച് സംഗീത പരിപാടി നടക്കും. തൃശൂർ ക്ലാബ്സ് ഈവൻസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഗാനമേളയിൽ പ്രശസ്ത ഗായകരും പങ്കെടുക്കും. ഭക്തജനങ്ങൾക്ക് സംഗീത നിശയിൽ പങ്കുചേർന്ന് അനുഗ്രഹം പ്രാപിക്കാനുള്ള അപൂർവ അവസരമാണിതെന്നും ഏവരെയും സ്വാഗതം ചെയ്യുന്നതായും സംഘാടകർ അറിയിച്ചു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.